എന്നെ സ്വന്തമാക്കുവാൻ സ്വന്ത ജീവനേകിയ യേശു എന്റെ സ്വന്തമാണേ. സ്വന്ത രക്തം നൽകി എന്നെ സ്വന്തമാക്കിയ. ഇന്നത്തെ ചിന്താ വിഷയം എന്താണ്? നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സമാധാനം എന്താണ്? നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സമാധാനം. വായിക്കാനുള്ള ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. ഓ ഹല്ലേലൂയാ, സ്തോത്രം, ഹല്ലേലൂയാ, സ്തോത്രം, ഹല്ലേലൂയാ, സ്തോത്രം. യേശുവിൻ്റെ സമാധാനം എത്ര അത്ഭുതകരമായ വാഗ്ദാനം! ഓ ഗ്ലോറി, ഹല്ലേലൂയ. യേശുവിൻ്റെ സമാധാനം എത്ര അത്ഭുതകരമായ വാഗ്ദാനം! യേശു ക്രിസ്തു നമുക്ക് നൽകിയ സമാധാനം വെറുമൊരു സമാധാനമല്ല, ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സമാധാനത്തെക്കാൾ എത്രയോ വലിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇത് ഒരു കൊടുങ്കാറ്റിനിടയിൽ നന്നായി ഉറങ്ങാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു സമാധാനമാണ്. കാരണം ദൈവം നമ്മളോടൊപ്പം ഉണ്ടെന്നും കരയിലേക്ക് സുരക്ഷിതമായി അവൻ നമ്മളെ നയിക്കുമെന്നും നമുക്കറിയാം. മരണത്തിന്റെ നിഴലിന്റെ താഴ്വരയിലൂടെ ധൈര്യത്തോടെ നടക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു സമാധാനമാണിത്. കാരണം നിങ്ങളുടെ ഇടയന്റെ വടി നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാതെ ഒഴിവാക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ വീണാൽ അവന്റെ ദൂതന്മാർ നിങ്ങളെ കൈകളിൽ താങ്ങിയെടുക്കും. ഓ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെല്ലാം ഉറപ്പു നൽകുന്ന, ശാന്തമാക്കുന്ന, സുഖപ്പെടുത്തുന്ന, വീണ്ടെടുക്കുന്ന, അഭിവൃദ്ധിപ്പെടുത്തുന്ന, പരിരക്ഷിക്കുന്ന ഒരു സമാധാനമാണിത്. ഇത് ഒരു വലിയ വിലയ്ക്ക് വാങ്ങിയ സമാധാനമാണ്. യേശുവിൻ്റെ കഷ്ടപ്പാടും ക്രൂശിലെ മരണവും. എന്നിട്ടും ഇത് നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നു. അതിനാൽ ഇന്ന് നിങ്ങളുടെ മനസ്സ് തുറക്കുക. അതിൽ സമാധാനവും വിശ്വാസവും നിറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മോട് തന്നെ നാം ചോദിക്കുക. അതോ ഭയവും ആകുല ചിന്തയും മാത്രമേ ഉള്ളൂ? അതെ, ഇതൊരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ധ്യാനിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതും ഏറ്റുപറയുന്നതും അനുസരിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പ്. അപ്പോൾ അത് ഇന്ന് എന്തായിരിക്കും? നിങ്ങൾ യേശുവിൻ്റെ ക്രൂശിലെ സമാധാനം അഥവാ പൂർണ്ണത സ്വീകരിക്കുമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങട്ടെ. ഓ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തെ സ്വർഗീയ സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ ദിവസം സമാധാനമില്ലാതെ കഴിയുന്ന അനേകരുണ്ട് കർത്താവേ. ഹൃദയത്തിൽ സമാധാനമില്ലാതെ, അസന്തുലിതാവസ്ഥയിൽ, സന്തോഷമില്ലാതെ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും കടന്നു പോകുന്ന വ്യക്തികളെ ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനം അവരുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ കർത്താവേ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം നമുക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ.